നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ പോലെ അല്ല, നമ്മൾ ഈ വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മളെ ബോഡി ട്രാൻസ്ഫോം ചെയ്യാൻ നല്ല പേഷ്യൻസും ആണ് ഡിസിപ്ലിനും ആണ്. അപ്പൊ ഈ ചില ആൾക്കാർ ഇപ്പോ നല്ലോണം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കണ്ടിട്ട്, ഇപ്പൊ ഇത്ര ആൾ ഇത്ര വെയിറ്റ് എടുക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് എന്താ അത്ര വെയിറ്റ് എടുത്താൽ ഇപ്പൊ ഈഗോ ലിഫ്റ്റേഴ്സ് ഇല്ലേ, അവർക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലല്ലേ? ഇഷ്ടം പോലെ. നമ്മളെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡിനെ ലിസൺ ചെയ്യാന്നുള്ളതാണ്. ബാക്കിയുള്ളവർ ലിഫ്റ്റ് ചെയ്യണ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ അതിലോട്ട് ചാടാൻ പാടില്ല. നമുക്ക് നമ്മളെ ബോഡിനെ നമ്മൾ ലിസൺ ചെയ്യണം, നമ്മളെ ബോഡി നമ്മൾ കെയർ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ പ്രാവശ്യം. അപ്പോൾ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ വീക്കിൽ നമ്മൾ ഇത്ര എമൗണ്ട് ഓഫ് വെയിറ്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുക, റെപ്സ് ആദ്യമാണ് കൂട്ടേണ്ടത്. റെപ്സ് ആണ് കൂട്ടുന്നത്, നേരെ വെയിറ്റ് അല്ല കൂട്ടേണ്ടത്. നമ്മൾ റെപ്സ് കൂട്ടി നമുക്ക് ഒരു 15 അല്ലെങ്കിൽ 10 to 15 റെപ്സ് ആയി വിചാരിച്ചോ, ആ ഒരു വെയിറ്റ് വെച്ച് അങ്ങനെ നമ്മൾ പതുക്കെ ഒരു 5 കിലോസ് ഒരു 2.5 കിലോ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു ഉള്ളിലൊരു ഉറപ്പ്, ബോഡി റെഡി ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക. അതൊരു മേജർ കോസ് ആണ് ഈ ഹാർട്ട് അറ്റാക്സ് വരാൻ.